ഹയർ സെക്കൻഡറി അധ്യാപന നിയമനത്തിനുള്ള യോഗ്യതാ നിർണയ പരീക്ഷയായിട്ടുള്ള സെറ്റ് അഥവാ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകുക എന്ന് പറയുന്നത് ഇപ്പോൾ ബി.എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ബി.എഡ് ചെയ്ത് കഴിഞ്ഞവരും അതേപോലെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുമായ അധ്യാപകരുടെ എല്ലാം തന്നെ വലിയൊരു സ്വപ്നം തന്നെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ സെറ്റ് എക്സാം എഴുതി കഴിയുമ്പോൾ 1-2 മാർക്കിന് നമ്മൾക്ക് പോകുന്നു. അതിന് കാരണം എന്താണ്? ഇപ്പം നമ്മളൊരു ചെടി വാങ്ങിച്ചുകൊണ്ട് വരികയാണ്, എന്നിട്ട് നമ്മൾ അതിനെ നട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ദിവസവും അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ അത് നല്ലതുപോലെ വളർന്നു വരും. പക്ഷെ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ചുമ്മാ നട്ട് വെച്ചിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിലോ അത് വാടി തളർന്നു പോകും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളുടെ കാര്യവും. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഓർമ്മയിൽ അത് എന്നും അതുപോലെ തന്നെ ഉണ്ടാകും. പക്ഷേ അങ്ങനെ നമ്മൾ റിഫ്രഷ് ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിലോ കാലം കഴിയും തോറും നമ്മളുടെ ഓർമ്മയിൽ നിന്ന് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാടിത്തളർന്ന ആ ചെടി പോലെ തന്നെയായിരിക്കും നമ്മളുടെ ഓർമ്മയും. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നെറ്റ് എക്സാമോ സെറ്റ് എക്സാമോ ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്സാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ കാലം കഴിയും തോറും നമ്മൾ ഈ എക്സാം എഴുതി വരുമ്പോൾ നമ്മൾ പാസ്സാകാനുള്ള സാധ്യത കുറഞ്ഞു വരും. അതിന് കാരണം ഇത് തന്നെയാണ്, നമ്മളുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളൊന്ന് ശ്രമിച്ചാൽ, ചിട്ടയായിട്ടും കൃത്യമായിട്ടും നമ്മളൊന്ന് പഠിച്ചാൽ നമ്മൾക്ക് ഈ മറന്നുപോയ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർത്തെടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മളുടെ ജോലി തിരക്ക് കാരണം, ജീവിത സാഹചര്യങ്ങൾ കാരണം ചിലപ്പോൾ നമ്മൾക്കതിന് കഴിയാറില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ അപ്രോച്ച് us. TOOS Academy. We are providing set coaching for various subjects like physics, chemistry, zoology, botany, maths, English, economics and commerce. ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നതെല്ലാം തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്, ഓൺലൈൻ കോച്ചിങ് ആണ്. അതുകൊണ്ട് ക്ലാസ്സുകളെല്ലാം തരുന്നത് തന്നെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ആയിട്ടാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട. ജോലി ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ആ ക്ലാസ് കേട്ടോട് നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ഫീസ് സ്ട്രക്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബേർഡൻ ആകാത്ത രീതിയിലുള്ള ഫീസ് സ്ട്രക്ചറാണ്. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ഫീസുകൾ വാങ്ങുന്നത് പോലും. ഇനി തരുന്നതായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ സിലബസിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുക തന്നെ ചെയ്യും. 100% ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സാണ് അക്കാഡമിയിലുള്ളത്. അവരോടൊപ്പം നിങ്ങൾ 100% ആത്മാർത്ഥതയോടെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സെറ്റ് എക്സാം പാസ്സാകും എന്നത് ഞങ്ങളുടെ ഉറപ്പാണ്. ക്ലാസ്സുകൾ മാത്രമല്ല, നമുക്ക് വീക്കിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, അതുപോലെ മോഡൽ എക്സാംസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എക്സാം ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് എക്സാമിനോടുള്ള ഭയം ഇല്ലാതെയാക്കാനും ഈ കോച്ചിങ് നിങ്ങളെ സഹായിക്കും. ഇനി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിക്കി അന്ന റോജി. TOOS അക്കാഡമിയിലെ കൊമേഴ്സ് ഫാക്കൽറ്റിയാണ്. സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് എടുക്കുന്നത് ഞാനും മറ്റൊരു മാമും കൂടിയാണ്. കൊമേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിടത്തോളം പാസ്സാകാൻ വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്സിന് ആകെക്കൂടെയുള്ളത് 6 യൂണിറ്റുകളാണ്. ഓരോ യൂണിറ്റിനും 5 മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എളുപ്പമാണ് കൊമേഴ്സിൻ്റെ എക്സാം പാസ്സാകാൻ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഗ്യാപ്പ് ഇത്തിരി വരുമ്പോഴത്തേക്കും പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചെടുക്കാനും പഠിച്ചെടുക്കാനും കുറച്ച് പ്രയാസമൊക്കെ ഇവിടെയും ഉണ്ടാകും. എന്നാൽ കൂടിയും കോച്ചിങ് അറ്റൻഡ് ചെയ്ത് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്കതിന് സാധിക്കുക തന്നെ ചെയ്യും.